ഇന്ന് ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയിലും ധ്യാനത്തിലുമുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒറ്റയാളല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങളെപ്പോലെ തന്നെ ഉള്ളിൽ പോരാടുന്ന ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഒരു ശരിയായ വാക്കുപോലും ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമാകാം. മനസ്സിൽ ശാന്തത തേടുന്ന ആളുകളിലേക്ക് ഈ സന്ദേശം എത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തകൾ വരുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ടല്ലേ. ഒരു സമയത്ത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതാണ് പലരും തുറന്നു പറയാത്ത ഒരു സത്യം. ഇപ്പോൾ ഒരാൾ ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ പുറം ലോകത്തിൻ്റെ ശബ്ദമൊക്കെ കുറയുന്ന സമയത്ത് ഉള്ളിലെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഉയരും എന്ന് നമ്മൾക്ക് തന്നെ അത്ഭുതമാകും. ചിലപ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മകളായിരിക്കാം, ചിലപ്പോൾ പേടിയായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മറക്കാൻ ശ്രമിച്ച പല പല കാര്യങ്ങളുമായിരിക്കാം, ചിലപ്പോൾ ലജ്ജ തോന്നിക്കുന്ന ചിന്തകൾ വരെ നമ്മൾക്ക് വരാം. അപ്പോൾ പലരും പേടിക്കും, എനിക്ക് ഇങ്ങനെ മോശമായ ചിന്തകൾ വരുന്നു, ഞാൻ തെറ്റായ ആളാണോ, എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സ് ഒരു ദിവസം കൊണ്ട് ശുദ്ധമാകുന്നതല്ല. വർഷങ്ങളായി നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും നമ്മൾ പേടിച്ചതും നമ്മൾ ആഗ്രഹിച്ചതും എല്ലാം അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരാൾ ശാന്തനായിട്ട് നമ്മൾക്ക് തോന്നാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ടായിരിക്കും. നമ്മൾ ജീവിതത്തിൽ എത്ര വേദനകൾ അടച്ചു വച്ചിട്ടുണ്ട്, എത്ര നിരാശകൾ നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എത്ര പേടികളാണ് നമ്മൾ ആരോടും പറയാതെ വച്ചിരിക്കുന്നത്. അവയൊക്കെയും ധ്യാനത്തിൻ്റെ സമയത്ത് മുകളിലേക്ക് വരാൻ തുടങ്ങും. കാരണം അപ്പോൾ നമ്മുടെ മനസ്സ് ആദ്യമായി സത്യത്തിൽ ശാന്തതയെ കാണുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ശാന്തത എന്താണെന്ന് അറിയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ ഒരു മുറി വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുക. അകത്ത് പൊടിയും പഴയ സാധനങ്ങളും വായുസഞ്ചാരമില്ലാത്ത ഒരവസ്ഥയും എല്ലാം ഉണ്ടാകും അവിടെ അല്ലേ. ഒരു ദിവസം നിങ്ങൾ ആ മുറി പെട്ടെന്ന് തുറന്ന് വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പൊടിപടലങ്ങളാണ് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുറി മോശമാണെന്ന് പറഞ്ഞ് അത് ഇട്ടിട്ട് പോരുമോ? ആ മുറി മോശമാണെന്ന് അതിനർത്ഥമാണോ? അല്ല. ആ വൃത്തിയാക്കൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ ആ മുറി വൃത്തിയാക്കാൻ പോയപ്പോഴാണ് ആ പൊടിപടലങ്ങൾ ഉയർന്നത്. അതേപോലെ തന്നെയാണ് ധ്യാനവും പ്രാർത്ഥനയും എല്ലാം. നമ്മുടെ മനസ്സ് ശുദ്ധമാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് വരും. പലരും കരുതുന്നത് ധ്യാനം ചെയ്താൽ ഉടനെ എനിക്ക് സന്തോഷവും സമാധാനവും മാത്രം അനുഭവിക്കണമെന്നാണ്. എന്നാൽ സത്യത്തിൽ ചിലർക്ക് ആദ്യം അസ്വസ്ഥതയാണ് വരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. കാരണം ആദ്യമായി നമ്മൾ സ്വന്തം മനസ്സിനെ കാണുകയാണ്. നമ്മൾ ദിവസവും മൊബൈൽ നോക്കിയും സംസാരിച്ചും ജോലി ചെയ്തും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ തിരക്കിനിടയിൽ നമ്മുടെ ഉള്ളിലെ മുറിവുകൾ നമ്മൾ കാണാതെ പോവുകയാണ്. പക്ഷെ ഒരു ദിവസം നമ്മൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ അപ്പോഴാണ് അതെല്ലാം നമ്മുടെ കണ്ണിൽ പെടുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് പ്രാർത്ഥനകൾക്കിടയിൽ കരയണം പോലെ തോന്നും, ചിലർക്ക് ഭയമുണ്ടാകും, ചിലർക്ക് പഴയ പാപങ്ങൾ ഓർമ്മ വരും, ചിലർക്ക് ദൈവത്തോട് പോലും ദേഷ്യം വരും. ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ ശിവനാമം ജപിക്കുമ്പോൾ വളരെയധികം പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അശ്ലീലമായ ചിന്തകൾ വരുന്നു, അതുകൊണ്ട് ഞാൻ ജപിക്കാൻ പോലും പേടിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിനെ തെറ്റായി കാണരുതൊരിക്കലും. ഇരുട്ടുള്ള മുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അവിടെ മാലിന്യങ്ങളായിരിക്കും അല്ലേ. നമ്മൾ അടച്ചിട്ട ഒരു മുറിയിൽ ഒരുപാട് നാളായിട്ട് നമ്മൾ അടച്ചിട്ട മുറിയിൽ ആ ലൈറ്റ് ഇടുമ്പോൾ അവിടെ ആ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. വെളിച്ചം വന്നതുകൊണ്ടാണ് നമ്മളത് കാണുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ദൈവനാമം നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുട്ടുകൾ നമ്മൾ കാണാൻ തുടങ്ങും. ചിലർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലരത് ആ മുറി അടച്ചിട്ടിട്ട് വന്നേക്കും. ചിലർ എന്തും കൽപ്പിച്ചാകട്ടെ ഈ മുറി വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരുട്ടുകൾ കാണാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ വിട്ടുപോയി എന്ന് നമ്മൾ കരുതരുത്.
മറിച്ച് നമ്മളെ ശുദ്ധമാക്കാനുള്ള ഒരു പ്രക്രിയ അവിടെ പ്രപഞ്ചനാഥൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു കുരങ്ങിനെ പോലെയാണ്. അത് പഴയ കാലത്ത് സന്യാസിമാരും ഋഷിമാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം പോലും അത് ശാന്തമായിട്ടിരിക്കില്ല. ഇപ്പോൾ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഇങ്ങനെ ചാടി ചാടി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ശാന്തമാകണം എന്ന് പറയുമ്പോൾ തന്നെയാണ് അത് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത്, അല്ലേ? കാരണം വർഷങ്ങളായിട്ട് അതിന് നിയന്ത്രണമില്ലാതെ നമ്മൾ ജീവിക്കുകയായിരുന്നു, നിയന്ത്രണമില്ലാതെ വിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അതിനെ പിടിച്ചു കെട്ടാൻ പറയുമ്പോൾ അത് നിൽക്കുമോ? ഇല്ല. അപ്പോൾ ധ്യാനം തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യം മനസ്സ് കൂടുതൽ അലയും. ഇത് സർവ്വസാധാരണമാണ്. ഒരു നദിയിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയ ചെളിയൊന്ന് ഇളക്കി വിട്ട് കഴിയുമ്പോൾ ആ വെള്ളം ആദ്യം ഒന്ന് കലങ്ങും, അല്ലേ? മലിനമാകും. കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമാണത് ശുദ്ധമാകുന്നത്. അതേപോലെയാണ് ധ്യാനത്തിൽ ആദ്യം ചിന്തകൾ കൂടും. പലപ്പോഴും ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ പലരും അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കി അവിടെ ധ്യാനം നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സമയത്താണ് കൂടുതൽ ക്ഷമയോടെ അത് തുടരേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിന്തകൾ വരുന്നതും ആ ചിന്തകളായിട്ട് നമ്മൾ മാറുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ആകാശത്ത് മേഘങ്ങൾ വരും പോകും, അല്ലേ? പക്ഷേ ആകാശം ഒരിക്കലും മേഘമാകുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുന്നത്, വരും പോകും. പക്ഷേ നമ്മൾ ആ ചിന്തകളാകുന്നില്ല, ചിന്തകളല്ല. ചിലപ്പോൾ വളരെ മോശം ചിന്തകൾ പോലും നമ്മുടെ മനസ്സിൽ മിന്നിമാഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ മോശക്കാരായിട്ട് മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനസ്സ് ശേഖരിച്ചിരിക്കുന്ന പഴയ ചിത്രങ്ങളും ഓർമ്മകളും പേടികളും ഒക്കെയാണ് ആ സമയത്ത് വരുന്നത്. ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ വെളിയിൽ വരികയാണ്. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പലർക്കും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നല്ല മനുഷ്യർക്ക് നെഗറ്റീവ് ചിന്തകൾ വരില്ല. അങ്ങനെയൊരു ധാരണ പലർക്കുമുണ്ട്. അതൊരിക്കലും സത്യമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസിമാർക്ക് പോലും, ഋഷിമാർക്ക് പോലും, മഹാന്മാർക്ക് പോലും ആത്മീയ യാത്രയുടെ പല ഘട്ടങ്ങളിലും ഉള്ളിലെ ഇരുട്ടുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം മനുഷ്യ മനസ്സെന്ന് പറയുമ്പോൾ അത് ആഴമുള്ള ഒന്നാണ്. അതിനുള്ളിൽ നാം മറന്നുപോയ പല പാളികളുമുണ്ട്. നിങ്ങളൊരു കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഒരു ദിവസം നിങ്ങൾ 5 മിനിറ്റെങ്കിലും ശാന്തമായിട്ടിരുന്ന് ആ ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ മനസ്സ് എത്ര ദിശകളിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര പേരാണ് അതിന് മനസ്സ് കാണിക്കുന്നത്? ചിലപ്പോൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും. ചിലപ്പോൾ പഴയ അപമാനങ്ങൾ ഓർമ്മ വരും. ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഓർമ്മ വരും. ചിലപ്പോൾ ആരോടൊക്കെ ഉള്ള ദേഷ്യം മനസ്സിൽ പതഞ്ഞു പൊങ്ങും. ചിലപ്പോൾ അനാവശ്യമായ പേടികളുണ്ടാകും. അതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ചിന്തകൾ വരുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും സ്വയം വെറുക്കരുത്. പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തോട് അഭിനയിക്കുന്നതല്ല. എനിക്ക് ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്ത് പടയിൽ വെച്ച് സ്വാമിയെ പൂജ ചെയ്യുന്നതല്ല. എങ്ങനെയാണോ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്നതാണ് യഥാർത്ഥ ഭക്തിയും പ്രാർത്ഥനയും. ചിലപ്പോൾ നമ്മൾ തകർന്ന മനസ്സോടെ ദൈവത്തിന് മുന്നിലിരിക്കും. ചിലപ്പോൾ വിശ്വാസമില്ലാതെ പോലും നമ്മളിരിക്കും. ചിലപ്പോൾ മനസ്സിൽ ഓരോ സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കും. പക്ഷേ ദൈവം നമ്മളെ വെറുക്കുന്നില്ല. ഇപ്പോൾ ഒരമ്മ കുഞ്ഞിനോട് ദേഷ്യപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ എന്നേക്കുമായി ഉപേക്ഷിക്കുമോ? ഇല്ലല്ലേ. ദൈവവും മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുന്നുണ്ട്. ആ ചിന്തകളൊക്കെയും വരുന്നത് നിന്നെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ദൈവത്തിനറിയാം. ശിവഭക്തിയിൽ ഒരു വലിയ സൗന്ദര്യമുണ്ട്. ഭഗവാൻ മനുഷ്യൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ ഒരിക്കലും പേടിക്കുന്നില്ല. ശ്മശാനത്തിൽ വസിക്കുന്ന ദൈവമാണ് മഹാദേവൻ എന്ന് പറയുന്നത് പോലും അതിൻ്റെ പ്രതീകമാണ്. മനുഷ്യർ പേടിക്കുന്ന ഇരുണ്ട ഭാഗങ്ങൾ പോലും ഭഗവാൻ അവിടേക്കും എത്തുന്നു എന്നതിൻ്റെ അടയാളമാണത്. നമ്മൾ വെറുക്കുന്ന സ്ഥലത്തുകൂടെ ഭഗവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഞാൻ അശുദ്ധനാണ് എന്ന് കരുതേണ്ട. പകരം ഇത് പുറത്തേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ്. എന്നിലുള്ള അശുദ്ധതയെല്ലാം വെളിയിലേക്ക് പോകുകയാണ് എന്ന് മനസ്സിലാക്കണം. ചിന്തകളോട് ഒരിക്കലും യുദ്ധം ചെയ്യരുത്. പലരും അതാണ് ചെയ്യുന്നത്. ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്ക് ആ ചിന്ത വരരുത്, എനിക്ക് ഈ ചിന്ത വരരുത്, ഇത് മോശം ചിന്തയാണ്,
അങ്ങനെ വിചാരിച്ച് ആ ചിന്തകളെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മനസ്സ്. കൂടുതൽ സമ്മർദ്ദം ചെലുത്തും അതിൻ്റെ മേലെ. പക്ഷേ ആ മനസ്സ് അതിനെ കൂടുതൽ പിടിച്ചു പറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ചിന്തകൾ വന്നാൽ അതിനെ നോക്കുക, പക്ഷേ പിടിച്ചു നിർത്തരുത്, അതിനെ ഒഴിവാക്കാനും നോക്കരുത്. ഇപ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പറക്കുന്ന പക്ഷിയെപ്പോലെ മേഘങ്ങൾ പോകുന്നില്ലേ? അത് പോകട്ടെ, അപ്പോൾ അതിൻ്റെ പുറകെ അടുത്ത മേഘം വരും, അത് പോകട്ടെ. അപ്പോൾ ഇങ്ങനെ ചിന്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ ശ്രദ്ധ സാവധാനം നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ശ്വാസം ഉള്ളിലേക്ക് വരുന്നത്, പുറത്തേക്ക് പോകുന്നത്, അതിനെ മാത്രം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുക. ഓം നമഃ ശിവായ പോലുള്ള ഒരു നാമം മനസ്സിൽ മൃദുവായി ആവർത്തിക്കുക. വീണ്ടും ചിന്ത പോകും, വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. ഇതാണ് അഭ്യാസം. ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ചിന്ത വരാത്ത ഒരവസ്ഥയല്ല. ചിന്ത പോയാൽ വീണ്ടും ശ്രദ്ധ തിരികെ കൊണ്ടുവരാനുള്ള സ്നേഹമുള്ള ഒരു പരിശീലനമാണത്. പലർക്കും ഈ ഒരു വിഷയത്തിൽ ക്ഷമയില്ല, അതാണ് സത്യം. ഞാൻ 3 ദിവസം ധ്യാനം ചെയ്തു, ഇനിയും എൻ്റെ മനസ്സ് ശാന്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതവിടെ അവരുപേക്ഷിക്കും. പക്ഷേ വർഷങ്ങളായിട്ട് അലഞ്ഞു നടന്ന ഒരു മനസ്സ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി മാറില്ല. അതെങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? ഒരു മുറിവ് സുഖപ്പെടാൻ സമയം എടുക്കുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിനും സമയം വേണം. ചിലപ്പോൾ ധ്യാനത്തിനിടയിൽ ശരീരത്തിനും മാറ്റങ്ങൾ തോന്നാം. ചിലർക്ക് കണ്ണുനീര് വരും, ചിലർക്ക് നെഞ്ചു ഭാരമുള്ളതുപോലെ തോന്നും, ചിലർക്ക് ശ്വാസം ആഴമാകുന്നത് അനുഭവപ്പെടും, ചിലപ്പോൾ ശരീരത്തിൽ ചൂടും തണുപ്പും അനുഭവപ്പെടും, ചിലപ്പോൾ പഴയ ഓർമ്മകൾ വ്യക്തമായി നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഓടി വരും. ഇതെല്ലാം സംഭവിക്കാം, പേടിക്കേണ്ടതില്ല അപ്പോഴൊന്നും. എന്നാൽ അതിശക്തമായ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ വിശ്വസനീയരായ ആളുകളോടോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരോടോ സംസാരിക്കുന്നത് നല്ലതാണ്. ആത്മീയതയും മനസ്സിൻ്റെ ആരോഗ്യവും തമ്മിൽ ഒരിക്കലും യുദ്ധമല്ല നടക്കുന്നത്. രണ്ടും ചേർന്നാണ് മനുഷ്യനെ സമതുലിതമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്. എല്ലാവരും പുറത്ത് സന്തോഷവാന്മാരായിട്ട് അഭിനയിക്കുകയാണ്. പുറത്തു നിന്നൊരാൾ നോക്കുമ്പോൾ അവൻ എത്ര സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ പലരും തകർന്നിരിക്കുകയാണ്. അതാണ് സത്യം. ധ്യാനം എന്ന് പറയുമ്പോൾ ആ ഉള്ളിലെ ശബ്ദങ്ങളെ കേൾക്കാൻ നമ്മളെ നിർബന്ധിതരാക്കും. അതുകൊണ്ടാണ് ചിലർ ധ്യാനം ഒഴിവാക്കുന്നത്. ചിലർക്കത് മാനസിക പ്രശ്നങ്ങളായിട്ട് വരുന്നത്. എൻ്റെ ഇമേജ് വെളിയിൽ കാണുമല്ലോ, ഞാൻ ഇത്രയും നാൾ മൂടി വെച്ചിരുന്ന എൻ്റെ മുഖം മൂടി അഴിഞ്ഞ് വീഴുമല്ലോ എന്നുള്ള പേടി കൊണ്ട് പലരും ഒഴിവാകും. കാരണം ആ ശാന്തതയിൽ സ്വന്തം വേദന കേൾക്കാൻ അവർ പേടിക്കുകയാണ്. സ്വന്തം മുഖം കണ്ണാടിയിൽ കാണാൻ പേടിക്കുകയാണ്. അതാണ് സത്യം. പക്ഷെ ഒരു ദിവസം മനുഷ്യൻ സ്വന്തം മനസ്സിൽ നിന്ന് ഓടുന്നത് നിർത്തിയാൽ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ. ഉള്ളിലെ മുറിവുകളെ സ്നേഹത്തോടെ കാണാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ ആത്മീയതയുടെ ഒരു തുടക്കം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് ഓടിപ്പോകാനോ അല്ലെങ്കിൽ കുടുംബം വിട്ടു പോകുന്നതോ ബന്ധങ്ങളെ വിട്ടു പോകുന്നതോ ഒന്നുമല്ല. ഉള്ളിലെ സത്യങ്ങളെ നേരിടാനുള്ള ധൈര്യം വരണം. അതാണ് ആത്മീയത. അത് മനസ്സിലാക്കണം. ചിലർ ചോദിക്കും, നെഗറ്റീവ് ചിന്തകൾ വന്നാൽ ദൈവം കോപിക്കുമോ? ദൈവം മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വഭാവം അറിയാത്ത ഒരാളല്ല. സമുദ്രത്തിലെ തിരകളെപ്പോലെ ചിന്തകൾ വരുമെന്ന് ഭഗവാൻ അറിയാം. പ്രധാനപ്പെട്ടത് ചിന്ത വന്നതല്ല പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് വിഷയം. നിങ്ങൾ ഓരോ തവണയും ശ്രദ്ധ വീണ്ടും ദൈവനാമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഉള്ളിലൊരു പുതിയ പാത സൃഷ്ടിക്കുകയാണ്. പഴയ പേടികളുടെ വഴിയിലൂടെ ഓടിയിരുന്ന മനസ്സിപ്പോൾ ശാന്തതയുടെ വഴിയിലേക്ക് പോവുകയാണ്. അതിന് സമയം വേണം, പക്ഷേ അതിൻ്റെ ഫലം വളരെ അത്ഭുതകരമായിരിക്കും. അതിപ്പോൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരു ഉദാഹരണം കാണിക്കണമെങ്കിൽ എന്നെ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കും, മുമ്പ് നിങ്ങളെ വളരെ അലട്ടിയിരുന്ന ചില ചിന്തകൾ ഇപ്പോൾ അത്ര ശക്തിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മുൻപ് ഉടനെ കോപം വന്ന വിഷയങ്ങൾ ഇപ്പോൾ കുറവാണെന്ന് തോന്നും. മുൻപ് രാത്രി മുഴുവൻ പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിനെ അത്ര ബാധിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് ധ്യാനത്തിൻ്റെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങൾ ഒരാൾ അനുഭവിച്ചറിയണം, പറഞ്ഞാൽ മനസ്സിലാവില്ല. ധ്യാനം ചെയ്താൽ മനുഷ്യൻ ഉടനെ ഒരു ദൈവികനായിട്ടൊന്നും മാറില്ല, പക്ഷേ അല്പമായി കൂടുതൽ ബോധമുള്ളവനായിട്ട് മാറും. ആ ധ്യാനാവസ്ഥയിൽ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. മുൻപ് ചിന്തകൾ എവിടേക്കോ വലിച്ചിഴയ്ക്കുമായിരുന്നു. ഇപ്പോൾ അവർ ആ ചിന്തകളെ കാണാൻ തുടങ്ങുകയാണ്. അതാണ് വലിയ മാറ്റം.
നിങ്ങൾ മനസ്സിനോട് ദയ കാണിക്കണം. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ദയ കാണിക്കണം. പലർക്കും അത് സ്വന്തം മനസ്സിനോട് ദയ കാണിക്കാൻ സമയമില്ല. ക്രൂരനാകുകയാണ്. എനിക്ക് ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ മോശക്കാരൻ എന്ന് സ്വയം ശിക്ഷിക്കുകയാണ്. അങ്ങനെ ശിക്ഷിക്കുന്നവർക്കാണ് ഹീലിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ ഉള്ളവരെയാണ് പലരും അവരുടെ വരുമാന മാർഗമാക്കുന്നത്, ബാധാദോഷമെന്ന് പറഞ്ഞ്. പക്ഷെ ഉള്ളിൽ കരയുന്ന മനസ്സിന് വേണ്ടത് ശിക്ഷയല്ല, സ്നേഹമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് അലഞ്ഞു തിരിയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. പഴയ പലവിധ മോശപ്പെട്ട ചിന്തകൾ വന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. വീണ്ടും ശിവനാമത്തിലേക്ക് മടങ്ങുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരിയുക. വീണ്ടും അലയും, വീണ്ടും മടങ്ങുക. അതാണ് യാത്ര. കടലിലെ തിരകളെ നിർത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷേ നമ്മൾക്ക് നീന്താൻ പഠിക്കാം, അല്ലേ? നീന്താം. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, സമാധാനം എന്ന് പറയുന്നത് ചിന്തകളില്ലാത്ത ഒരവസ്ഥയല്ല. ചിന്തകളുടെ നടുവിലും തകർന്നു പോകാതെ നിൽക്കാനുള്ള ഒരു ആഴമുള്ള ശാന്തതയാണ്. അതാണ് പ്രാർത്ഥനയും ധ്യാനവും മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വരം. അത് ഓരോ വ്യക്തികളും അനുഭവിച്ചറിയണം. ഓരോ നെഗറ്റീവ് ചിന്തയും ദൈവത്തിൻ്റെ ശിക്ഷയല്ല. ചിലപ്പോൾ അത് വെറും ക്ഷീണിച്ച മനസ്സിൻ്റെ ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് ആത്മീയതയോടൊപ്പം സാധാരണ മനുഷ്യബോധവും വേണം. നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, ശരീരാരോഗ്യം, നല്ല ആളുകളോടുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ചിലർ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരിക്കും. പിന്നെ മനസ്സ് അസ്വസ്ഥമായാൽ ആത്മീയ പ്രശ്നമെന്ന് കരുതും. അങ്ങനെയാണ് പലരും കരുതുന്നത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ജീവിതശൈലിയെയും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രകൃതിയോട് അടുത്ത സമയം ചെലവഴിക്കുക. രാവിലത്തെ ആകാശമൊന്ന് നോക്ക്, മരങ്ങളുടെ ശബ്ദമൊന്ന് കേൾക്ക്. ചിലപ്പോൾ ശാന്തമായി നടന്നു നോക്ക്. അതിലൂടെയെല്ലാം ചെടികൾക്കിടയിലൂടെ ഒന്ന് നടന്നു നോക്ക്. എല്ലായ്പ്പോഴും മൊബൈലിൻ്റെയും ഓരോ ന്യൂസിൻ്റെയും ഒക്കെ ആ ശബ്ദത്തിൽ കഴിയുന്ന മനസ്സിനെ ഒരിക്കലും പൂർണ്ണമായി ശാന്തമാകില്ല. നിങ്ങളതിനെ ശാന്തമാക്കാനുള്ള വഴികൾ ചിന്തിക്കണം. മനുഷ്യന് നിശബ്ദത ആവശ്യമാണ്. ഒരു കാര്യം ഓർക്കണം, ആത്മീയ യാത്ര ഒരു മത്സരമല്ല ഒരിക്കലും. അവൻ എത്ര സമയം ധ്യാനം ചെയ്യുന്നു, ഞാൻ ഇത്ര നേരമേ ഉള്ളൂ എന്ന ഒരു താരതമ്യം വേണ്ട. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് വ്യത്യസ്തമാണ്. ചിലരുടെ മുറിവുകൾ ആഴത്തിലായിരിക്കാം, ചിലരുടെ പേടികൾ ശക്തമായിരിക്കാം. അതുകൊണ്ട് ഓരോരുത്തരുടെയും യാത്രയ്ക്കും സമയം വേറെ വേറെയാണ്. ശിവൻ്റെ നാമജപത്തിൽ ഒരു വലിയ ശക്തിയുണ്ട്. കാരണം നമ്മുടെ മനസ്സ് ചിതറിക്കിടക്കുമ്പോൾ ഒരു ദിശ നൽകാൻ അത് സഹായിക്കുകയാണ്. ഓം നമഃശിവായ എന്ന് മൃദുവായി ജപിക്കുമ്പോൾ നമ്മുടെ ശ്വാസവും മനസ്സും ഒരേ താളത്തിലേക്ക് വരാൻ തുടങ്ങും. ആദ്യം അത് വെറും ഒരു വാക്ക് പോലെ തോന്നാം. പക്ഷേ സ്ഥിരമായി അത് ചെയ്യണം. സ്ഥിരമായി അത് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ആഴമുള്ള മാറ്റം സംഭവിക്കും. ചിലപ്പോൾ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്കിടയിലും മനുഷ്യൻ ചെറിയൊരു ശാന്തത അനുഭവിക്കാൻ തുടങ്ങും. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറാതെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഉള്ളിലെ പ്രതികരണം മാറും. മുൻപ് നമുക്ക് ഒരു പ്രശ്നം വന്നാൽ പൂർണ്ണമായി തകർന്നു പോയ മനസ്സ് ഇപ്പോൾ അല്പം കൂടുതൽ ഉറച്ചതാകും. ഇതാണ് ആത്മീയ അഭ്യാസത്തിൻ്റെ യഥാർത്ഥ ഫലം. ഞാനിത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പലരും അത്ഭുതങ്ങളാണ് ധ്യാനത്തിലൂടെ അന്വേഷിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ്റെ ഉള്ളിലെ മാറ്റമാണ്. ആ മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. മുമ്പ് പേടിയിൽ ജീവിച്ച ഒരാൾ ഇപ്പോൾ ശാന്തമായി ശ്വസിക്കാൻ പഠിക്കുന്നു. മുൻപ് കോപത്തിൽ കത്തിയിരുന്ന ഒരാൾ ഇപ്പോൾ ക്ഷമ കാണിക്കാൻ പഠിക്കുന്നു. മുൻപ് സ്വയം വെറുത്ത ഒരാൾ ഇപ്പോൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നു. ഇതിലും വലിയ അത്ഭുതം എന്താണ് സംഭവിക്കാനുള്ളത്? ആ അത്ഭുതമല്ലേ വേണ്ടിയത്? നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും അനുഭവപ്പെടാതിരിക്കാം. ചില ദിവസം മനസ്സ് വളരെ ശാന്തമായിരിക്കും, ചില ദിവസം വളരെ അലയും. അതെല്ലാം സ്വാഭാവികമാണ്. ആകാശം എല്ലാ ദിവസവും ഒരുപോലെയാണോ ഇരിക്കുന്നത്? ചില ദിവസം മഴയുണ്ടാകും, ചില ദിവസം കാറ്റ്, ചില ദിവസം തെളിഞ്ഞ ആകാശം, ചിലപ്പോൾ കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ടതൊരു കാര്യം മാത്രമാണ്, നിർത്തരുത്. ചെറിയ രീതിയിലായാലും തുടരണം. 5 മിനിറ്റ് ആണെങ്കിലും സ്നേഹത്തോടെ ഇരിക്കണം. ദൈവത്തെ കാണിക്കുവാൻ വേണ്ടിയല്ല, സ്വന്തം ഉള്ളിനെ കേൾക്കുവാൻ, സ്വന്തം മനസ്സിനെ ബോധ്യമാക്കാൻ ഓരോ ദിവസവും ചെറിയൊരു സമയം നിശബ്ദതയ്ക്കായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ അന്വേഷിച്ച സമാധാനം പുറത്തൊന്നുമല്ലായിരുന്നു, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മറച്ചിരുന്നത് പേടികളും ചിന്തകളും നിങ്ങളുടെ ഓരോ തിരക്കേറിയ സമയങ്ങളും ശബ്ദങ്ങളും ഒക്കെയായിരുന്നു. ധ്യാനം ആ മൂടൽമഞ്ഞ് മാറ്റുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം അവ സ്ഥിരമല്ല, അവ വരും പോകും. ആകാശം അവയെ പിടിച്ചു നിർത്താത്തതോ മേഘത്തെ പിടിച്ചു നിർത്താത്തതുപോലെ നിങ്ങൾക്കും അവയെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല.
അപ്പോൾ മനസ്സിലൊരു പുതിയ സ്വാതന്ത്ര്യം ജനിക്കും. ഭഗവാൻ മഹാദേവൻ്റെ ഈ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹവും ആശീർവാദവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.